രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി സൈഡ് ഡിഷാട്ടോ. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. ഞാൻ 2 തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് അരച്ചെടുത്തിട്ട് തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സെയിം ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളമൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് ചുഴറ്റിയിട്ട് അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളകും മഞ്ഞളും ഉപ്പുമാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടിയാണ്, ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ചൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ചെറിയ എരിവും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തക്കാളിയും മുളകും എല്ലാം ഒന്ന് തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ, അതൊരു പച്ചച്ചുവ ഉണ്ടല്ലോ, അത് മാറുന്ന വരെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കട്ടെ തിളപ്പിച്ചിട്ട്. അപ്പോൾ അത് ആ തക്കാളിക്ക് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. 3 മുട്ട കേട്ടോ. മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മൾക്ക് ഇളക്കി കൊടുക്കരുത്, ഇതുപോലെ അങ്ങ് വേവിക്കാട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 3 മുട്ടയും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അടച്ചു വെക്കുന്നില്ല, കാരണം ഇവിടെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് ഓവർ കുക്കാവാതെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അടച്ചു വെച്ചിട്ട് മുകൾ ഭാഗമൊക്കെ കുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതാ മുട്ടയ്ക്ക് ഏകദേശം അടിഭാഗവും മുകൾ ഭാഗമൊക്കെ ഏകദേശം ഹാഫ് കുക്കാകുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടിപൊളി അടാറായിട്ടാണ്, സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസവും അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയും പോയി വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളല്ലേ, നല്ല ടേസ്റ്റുമാണ്. ചോറ് എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്